തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും എന്നെ. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ യോഗത്തിന് വരാനിരുന്നതാണ്. ഉച്ചയ്ക്ക് 3:30 മണിക്കാണ് യോഗം. 11:30 മണിക്ക് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ അവിടെ ഡോക്ടറില്ല, അവിടെ വെള്ളമില്ല, അവിടെ പിന്നെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, അവിടെ മന്ത്രി വന്നില്ല, നോക്കിയില്ല, പത്രത്തിൽ വലിയ വാർത്തയാണ്. അപ്പം ഞാൻ താലൂക്ക് ആശുപത്രി സ്കൂളിൻ്റെ മുന്നിൽ ഞാൻ അവിടെ വന്നു. കാരണം അവിടെ വന്ന് സംസ്ഥാനത്ത് വന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവിടെ ഊണ് കഴിക്കുന്നു. അവിടെ വന്നിട്ട് പോകുമ്പോൾ നിങ്ങൾ അവിടെ അന്നേരം ആ സമയത്ത് 1:30 മണിക്ക് അവിടെ എത്തിയിട്ടില്ല. ഞാൻ തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് അവിടെ നിന്നു. അതിനുശേഷം അവിടെ നിർമ്മല ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ കയറി. പിന്നെയാണ് തിരുവനന്തപുരത്ത് വന്ന ഉദ്യോഗസ്ഥന്മാർ ആ യോഗത്തിൽ ഇരിക്കുമ്പോഴേ ഇതിന് എത്ര രൂപ കിട്ടണം, ഫണ്ട് അലോട്ട് ചെയ്യുന്നതൊക്കെ അവിടെ തീരുമാനിക്കുന്നത്. മന്ത്രിയാണെങ്കിൽ ഉച്ചയ്ക്ക് നേരത്തെ 3 മണിക്ക് ഇവിടെ 11 സ്ഥലമാണ്. 3 മണിക്ക് ഏറ്റ പിന്നെ നമ്മുടെ തൊട്ടടുത്ത് പെരുമ്പാവൂർ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ അവിടെ ചാടി പോന്നാൽ അപ്പോഴും ഇങ്ങനെ സംസാരിച്ചോളാം. ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഇത്രയും കാര്യങ്ങൾ കാരണം എനിക്ക് നിങ്ങൾക്കൊരു സ്വീകരണം വെച്ചപ്പോൾ ഞാൻ സ്വീകരണത്തിനാകെ ഉള്ളത് ഞാൻ ഇത് വേറെ പുറത്തു പോകാതെ തടഞ്ഞു നിർത്തി എന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കും മേടിച്ച് വന്നിട്ടില്ല. അത് കാരണം അതുകൊണ്ട് സ്വീകരണത്തിൻ്റെ കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെല്ലാം തിരിതിരിക്കും. ഞാൻ മനഃപൂർവ്വം വരാത്തതല്ല. എന്നെ ആരും അങ്ങനെ തടയത്തുമില്ല. തടഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ആളുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അതനുസരിച്ച് നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വാക്കേ എനിക്കുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുള്ള അതേ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഇവിടെ സമരവും കാര്യങ്ങളൊക്കെ വന്ന് ഇതിങ്ങനെ ചെറുതോതിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്നോട് എനിക്ക് സമരത്തിന് ആരോടും പണക്കമില്ല. പക്ഷെ ഞാൻ അന്ന് വരാത്തതിൻ്റെ പേരിൽ ഒരു ചെറിയ പണക്കം എന്നോടുണ്ടായി എന്ന് എനിക്ക് അതിൻ്റെ പേരൊരു പണക്കം. അതുകൊണ്ടായിരിക്കും എന്നോട് ഇവിടെ വന്നപ്പോൾ കിടന്നപ്പോൾ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ കിടക്കാൻ പോകട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് പറഞ്ഞില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അത് സത്യമാണ്. അപ്പോൾ ഏതായാലും അത് ഞാനതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മേടിച്ചു തരാനുള്ള പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പുറകിൽ നിന്ന് സമരം ചെയ്തുകൊണ്ട് മാത്രമല്ല, തീർക്കാനും ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. ഞാൻ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനും കൂടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടക്ക് പലതവണ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹവും വലിയ തിരക്കും ബഹളവും ഉള്ള ആളാണ്. എങ്കിലും ഞങ്ങൾ 17-ാം തീയതി ഞങ്ങൾ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. കളക്ടറേറ്റിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, പ്രതിനിധികൾ, പഞ്ചായത്തിൻ്റെ ആളുകൾ, നമ്മുടെ ബ്ലോക്കിൻ്റെ ആളുകൾ, മുനിസിപ്പാലിറ്റി ആളുകൾ എല്ലാവരും കൂടെ കൂടി നമ്മളിരുന്ന് സംസാരിച്ച് നമ്മൾ ആലോചിച്ച് നമ്മളൊരു തീരുമാനമെടുക്കും. ഇതിനകത്ത് അർഹതയുള്ള ഭൂമിയില്ലാത്ത, തലചായ്ക്കാൻ ഇടമില്ലാത്ത, ഇന്ന് വരെ ഭൂമി ഒരുത്തനെയുള്ള ആളുകൾക്ക്, പരമാവധി ആളുകൾക്ക് ഇത് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുണ്ട്. ഇതിനകത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവർക്കും എവിടെയെങ്കിലും കാരണം നമ്മുടെ കേരളത്തിൽ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരിടത്തും മിച്ചമില്ല. എവിടെ ഭൂമി കണ്ടു കഴിഞ്ഞാലും സർക്കാരിൻ്റെ ഉടനെ ആരെങ്കിലും ഇവിടെ നമ്മുടെ പലരും വന്നിട്ട് പറയും ഈ ഭൂമി ഇത്ര തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന സ്ഥാപനം അവിടെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അതെന്ന് പറഞ്ഞതുപോലെ കാർഷിക സർവകലാശാലക്കാർ വന്നു അവർക്ക് കൊടുത്താൽ അവർ ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കി തരാം, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ആൾ കൊള്ളാമെന്ന് പറയും. പക്ഷെ ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. അവരത് പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാം ഇവിടെ വന്നു, ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാനത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി 17-ാം തീയതി നമ്മളത് എറണാകുളത്ത് കളക്ടറേറ്റിൽ ഇരിക്കുന്ന കോൺഫറൻസിൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരു പരിഹാരം, എന്തെങ്കിലും ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന, അതിപ്പോൾ എല്ലാവരും കൂടി നിങ്ങൾ സമരസമിതികളെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ അവരുമായിട്ടും കാണുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് എന്തായാലും ഇതിൽ ചർച്ച നടത്തും. ഇപ്പോൾ നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും ചർച്ച നടത്തും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചർച്ച നടത്തും. അതുകൊണ്ട് അത് നമുക്ക് ഈ ചർച്ച പരിഹരിക്കുന്നവരും വരെ കഴിയുമെങ്കിൽ നിങ്ങൾ സമരം അവസാനിപ്പിച്ചാൽ എനിക്ക് സന്തോഷമാണ്. നമ്മളിവിടെ അമ്മമാർ ഇത്ര നേരം രാവിലെ മുതൽ എല്ലാ പണിയും കളഞ്ഞിട്ട് ഇവിടെ വന്ന് പാവങ്ങൾ ഇവിടെ നിൽക്കുന്നതിനകത്ത് നമുക്കും വിഷമമുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ അത് കളഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുന്നതാണ്. ഏതായാലും 17-ാം തീയതി ഉണ്ട് നമ്മൾ സംസാരിക്കുന്നത്. സമരസമിതിയായിട്ട് ആലോചിക്കുകയാണ്. അവരാണല്ലോ സമരം നയിക്കുന്നത്. അവരുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. അപ്പോൾ ഞാനിതാണ് ഇതിൻ്റെ ഒരു സത്യമായ വസ്തുത. വേറെ ആരെങ്കിലും എന്തെങ്കിലും കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാനുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല. ഞാൻ വേറെ ഒരു ഭാഗത്തും ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ സത്യസന്ധമായ നിലപാട്. അമ്മച്ചിയൊക്കെ മിനിക്കാൻ തന്നെ അവരെല്ലാം വിളിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ നിയമസഭാ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് വരാതിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞതാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ.
തീരുമാനിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ശ്രീ ജോസഫ് വാഴക്കൻ. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട. ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഇന്ന് വരെ നടത്തിയ ഒരു ചരിത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട. നിങ്ങളെല്ലാവരും ഈ ഒരു തുണ്ട് ഭൂമി എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച സോളിഡാരിറ്റി PDP സമരം തീർച്ചയായിട്ടും അത് ഒരു അവസാനമായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ പാവപ്പെട്ട ആളുകളാണ് ഇവർക്കൊരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരമായി നടക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ ഈ ഭൂമി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കണമെന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ മിച്ച ഭൂമിയിൽ നല്ലൊരു പങ്കും ചെങ്ങറക്കാർക്ക് കുറച്ച് ഭൂമി കൊടുത്തു. ആ ചെങ്ങറ സമരക്കാർക്ക് കൊടുത്ത ഭൂമിയുടെ ബാക്കി ഇനി മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല. അത് മൂവാറ്റുപുഴയിലെ ആളുകൾക്ക്, ഈ പ്രദേശത്തെ ആളുകൾക്ക് തന്നെ കൊടുക്കണമെന്ന ഉറച്ച നിലപാടാണ് എനിക്ക് അന്നും ഇന്നും ഉണ്ടായിരുന്നത്. ഞാൻ MLA ആയതിനു ശേഷം എൻ്റെ ആദ്യത്തെ നിവേദനം ഈ ജനസഭയുടെ നേതാക്കന്മാരും ഒത്തുചേർന്ന് തന്നെ ഞാൻ ആദ്യം കൊണ്ടുപോയി കൊടുത്ത നിവേദനം ഈ ഭൂമി മൂവാറ്റുപുഴയിൽ ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കണമെന്നാണ്. അതിനുശേഷം ചെങ്ങറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീഴാന്തൂർ, അതുപോലെ തന്നെ പല സ്ഥലത്തും താമസിപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് അവിടെ വാസയോഗ്യമല്ല, അവർക്ക് ഭൂമി മാറ്റിക്കൊടുക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ ഈ ഭൂമിയെക്കുറിച്ചും ഗവൺമെൻറ് ആലോചിച്ചതാണ് അവർക്ക് ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കാൻ. ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് കൊടുത്തത് നല്ല കാര്യം, പാവപ്പെട്ട ആളുകൾ, അവർക്ക് അർഹതയുള്ളവർ, അവർക്ക് കൊടുത്തു. ബാക്കി ഭൂമി ഈ നാട്ടിലുള്ളവർക്ക് കൊടുക്കണം. അത് നടക്കില്ല എന്നുള്ള എൻ്റെ ഒരു ഉറച്ച നിലപാട് കൊണ്ട് തന്നെയാണ് ആ ഭൂമി ഇപ്പോഴും കൊടുക്കാതെ അത് മാറ്റിയിട്ടിരിക്കുന്നത്. ഇവിടെ ഈ സമരം ആരംഭിച്ച് ഇത് ഇത്രയും നീളാതെ തന്നെ ഇത് തീർക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഒരു കോൺഫറൻസ് വിളിപ്പിക്കാൻ താമസിച്ചു എന്ന് വെച്ചാൽ ഒരു ആഴ്ച താമസം വന്നു, അത്രയേ ഉള്ളൂ. അത് മന്ത്രിയുമൊക്കെ വളരെ തിരക്കിലായിരുന്നത് കൊണ്ടാണ്. ഏതായാലും ഈ മാസം 17-ാം തീയതി എറണാകുളം കളക്ട്രേറ്റിൽ ഒരു കോൺഫറൻസ് വിളിക്കാനായിട്ട് മന്ത്രിയുമായിട്ട് സംസാരിച്ചൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും സമരസമിതിയിലെ ആളുകളെയും എല്ലാം ആ കോൺഫറൻസിലേക്ക് വിളിക്കും. അവിടെ വെച്ച് സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഒരു പര്യവസാനിയായി ഈ സമരം അവസാനിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭൂമിയില്ലാത്ത നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, അർഹതപ്പെട്ടത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ്, അർഹതപ്പെട്ട ആളുകൾക്ക്, ഒട്ടും ഭൂമിയില്ലാത്തവർക്കായിരിക്കും ആദ്യത്തെ മുൻഗണന നൽകുന്നത്. ആ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. എന്തോ പ്രത്യേകത എന്തോ പറയാനുള്ളത്? പിന്നെ എനിക്ക് നല്ല നേരിട്ട് പറഞ്ഞേക്കണം. അതൊന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞത് അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ട് അവിടെ ശക്തമായി പിന്തുണ അറിയിക്കണമെന്ന് ഇതിൻ്റെ രക്ഷയ്ക്കായും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രക്കുളത്തിൻ്റെ രക്ഷയ്ക്കായും അനേകം കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്.